അസ്സലാമു അലൈക്കും. പുതിയൊരു യാത്ര പോകണം കേട്ടോ. ഈജിപ്തിക്കാണ് പോണത്. ഞാൻ ഇപ്പോൾ നാട്ടിലുള്ളത്. ഇന്ന് രാത്രി 8:30ക്കാണ് കോഴിക്കോട് നിന്ന് ഫ്ലൈറ്റ്. അബുദാബി ടച്ച് ചെയ്തിട്ടാണ് യാത്ര. അബുദാബി 11:55 പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പം മഴയും മറ്റു പ്രശ്നങ്ങളൊക്കെ അല്ലേ. അപ്പോൾ അത് ഫ്ലൈറ്റ് ഡിലേ ആവാൻ സാധ്യത ഉണ്ട്. ക്യാൻസൽ ആകാന്നാൽ മതി എന്നുള്ള ഒരു പ്രാർത്ഥനയുള്ളൂ. അപ്പോൾ ഞാൻ ഒറ്റക്കാണ് യാത്ര ചെയ്യുന്നത്. ഇപ്രാവശ്യം ടീമിൻ്റെ കൂടെ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വിദേശ രാജ്യത്തേക്ക് ആദ്യമായിട്ടാണ് ഞാൻ ഒരു ടീമിൻ്റെ കൂടെ അല്ലാതെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യണത്. അപ്പോൾ അതിൻ്റെതായ ഒരു ആശങ്കകളുണ്ട്. പിന്നെ നമ്മൾ ട്രോളി അല്ല കൊണ്ടുപോകുന്നത്. ഡെക്കാത്ലോൺ വാങ്ങിയ ഈ ഒരു ബാക്ക് പാക്കർ പോലുള്ള ബാഗാണ്. പിന്നെ എൻ്റെ ലാപ്ടോപ്പൊക്കെ കീപ്പ് ചെയ്യാൻ വേറൊരു ബാഗുണ്ട്. ഈ 2 ബാഗാണ് നമ്മുടെ ലഗേജ് ഉള്ളത്. അപ്പോൾ ഇപ്പോൾ സമയം 5 മണിയാകാനായി. ഞാനിവിടെ നിന്ന് ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് എയർപോർട്ടിലേക്ക്. ഇപ്പം ട്രാഫിക് ആയതുകൊണ്ട് 1 മണിക്കൂറിലേറെ എന്തായാലും എടുക്കും. അപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെയും യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെയും ഷാഫി ഇമാമിൻ്റെയും അതുപോലെ തന്നെ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെയും അങ്ങനെ ഒരുപാട് മഹത്തുക്കളുടെ നാട്ടിലേക്ക്, ഒരുപാട് മഹത്തുക്കളുടെ കാല് പതിഞ്ഞ ഖുർആനിൽ പറഞ്ഞ നാട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും അവിടുത്തെ കാര്യങ്ങളും അവിടുത്തെ കാഴ്ചകളൊക്കെയാണ് അടുത്ത കുറച്ച് ട്രാവൽ സീരീസ് ആയിട്ട് വരുന്നത്. അത് ബ്ലോഗ് രൂപത്തിലായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാനും പറ്റും. നിങ്ങളൊരു തലമുറയെ മാറ്റി എന്ന് പറയുമല്ലോ, ആ തലമുറയെ മാറ്റിയത് എവിടെയാണ്? അപ്പം ക്ലോസ് ഫൈറ്റാണ് നടക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ ഈജിപ്തിലെത്തിയിട്ടോ. ഇന്നലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ എയർപോർട്ടിലേക്ക് പോയി. മോങ്ങത്തെ കുറച്ച് ബ്ലോക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം ഡിലേ ആയിക്കരുതിലേറെ. പക്ഷേ എയർപോർട്ടിലെത്തിയപ്പം നല്ല തിരക്കുകൾ കാണുന്നുണ്ടായിരുന്നു. ബോർഡിംഗ് പാസ് എടുക്കുന്നിടത്ത് കുറഞ്ഞ വരി ഉണ്ടായിരുന്നുള്ളൂ. ബോർഡിംഗ് പാസ് എടുത്തപ്പോൾ എന്നോട് വിസ, പാസ്പോർട്ട്, പിന്നെ ഹോട്ടൽ ബുക്കിംഗ് ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇങ്ങോട്ട് വരുമ്പം കുറേ ആളുകൾ അന്വേഷിച്ചിരുന്നു ആരെങ്കിലും ഹോട്ടൽ ബുക്കിംഗ് ചോദിക്കുന്നുണ്ടോയെന്ന്. പക്ഷേ അതുവരെ പോയവരൊന്നും, ഇപ്പോൾ റീസെൻ്റായിട്ട് പോയ വാജിദ് സഖാഫി അവരൊന്നും പറഞ്ഞു ഹോട്ടൽ ബുക്കിംഗ് ചോദിക്കുന്നില്ല എന്നാണ്. അപ്പോൾ പറഞ്ഞു ഹോട്ടൽ ബുക്കിങ്ങിൻ്റെ ആവശ്യം സാധാരണ കയറിലേക്ക് ഉണ്ടാവില്ലല്ലോ, ഈജിപ്തിലേക്ക് ഉണ്ടാവില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇപ്പം അതൊക്കെ ചോദിക്കുന്നുണ്ടെന്ന്. പക്ഷേ എനിക്ക് ഗാമ ഹോളിഡേയ്സ് എനിക്കൊരു ഗ്യാരണ്ടി ലെറ്റർ തന്നിരുന്നു. ആ ഗ്യാരണ്ടി ലെറ്ററിൽ അവരെന്നെ സ്റ്റേ റെഡിയാക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ലെറ്റർ കാണിച്ചു കൊടുത്തപ്പം അത് മതിയെന്ന് പറഞ്ഞു. പിന്നെ റിട്ടേൺ ടിക്കറ്റ് ചോദിച്ചു. അത് ഞാൻ ഓൾറെഡി ഡമ്മി എടുത്തിട്ടുണ്ടായിരുന്നു. അതും കാണിച്ചു കൊടുത്തു. അങ്ങനെ ബോർഡിംഗ് പാസ് കിട്ടി. ഇമിഗ്രേഷൻ അവിടെ പോയപ്പോഴാണ് എൻ്റെ റബ്ബേ, ഒരു സമ്മേളനത്തിനുള്ള ആളുകൾ അവിടെ ഇമിഗ്രേഷന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എന്താണ് ഇത്രയും, അതും എനിക്കിനി കുറഞ്ഞ സമയമുള്ളൂ ഫ്ലൈറ്റ് കിട്ടുമോ എന്ന് തന്നെ ഞാൻ പേടിച്ചു. അങ്ങനെ ഒരുപാട് നേരം വരി നിന്നു. അവസാനം ആളുകളൊക്കെ ശബ്ദിക്കാൻ തുടങ്ങി. അപ്പം വേറെ 2 കൗണ്ടറും കൂടി തുറന്നപ്പം പിന്നെ കുറച്ചൊക്കെ സ്മൂത്തായിട്ട് ഇമിഗ്രേഷൻ കഴിഞ്ഞു. ഭയങ്കര സ്ലോ ആയിരുന്നു ഇമിഗ്രേഷന്. പക്ഷേ ഇമിഗ്രേഷനോട് ഇന്നൊന്നും ചോദിച്ചില്ല. എന്തിനാ പോണേ, ടൂറിസ്റ്റാണ് എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഇമിഗ്രേഷൻ സ്റ്റാമ്പ് അടിച്ചു തന്നു. പിന്നെ ഉള്ളിൽ കയറി. സെക്യൂരിറ്റി ചെക്കിങ്ങിലും വലിയ റഷൊന്നുമില്ല. പിന്നെ മഗ്‌രിബ് ഇശാ നിസ്കരിക്കാണ്ടായിരുന്നു. നേരെ നിസ്കാര റൂമിലേക്ക് പോയി. എനിക്ക് കുറഞ്ഞ സമയമേ ഉള്ളൂ. പക്ഷേ എന്താണോ, കുറഞ്ഞ സമയം 8:15 കഴിക്കണം. 8:30ക്കാണ് എൻ്റെ ഫ്ലൈറ്റ് രാത്രി. 8:15 ആയപ്പോഴൊന്നും ബോർഡിങ് തുടങ്ങിയിട്ടില്ല. ബോർഡിംഗ് പാസിൽ ഗേറ്റ് 1 നിന്നാണ് പുറപ്പെടുന്നുണ്ടെങ്കിലും അതിൽ സ്ക്രീനിലൊന്നും കാണിക്കുന്നില്ല എയർപോർട്ടിൽ. പക്ഷേ ഞാൻ പെട്ടെന്ന് പോയി നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴൊന്നും ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഗേറ്റ് 1ൻ്റെ അവിടെ ചെന്നു. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പം ബോർഡിംഗ് സ്റ്റാർട്ടായി. അങ്ങനെ ബോർഡിങ് കഴിഞ്ഞ് അകത്തേക്ക് കയറുന്നുണ്ട്. ഞങ്ങളെ ഗേറ്റിലൂടെ തന്നെ വേറെ റാസൽ ഖൈമ അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. ഒരു ഗേറ്റിലൂടെ തന്നെ 2-3 ലൈനായിട്ട് ബോർഡിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഉള്ളിൽ കയറി എയർ അറേബ്യൻ്റെ ഫ്ലൈറ്റ് ആയിരുന്നു. ഏകദേശം ഒരു അരമണിക്കൂർ ഡിലേ ആയിട്ടൊക്കെയാണ് എയർ അറേബ്യൻ്റെ ഫ്ലൈറ്റ് പൊങ്ങിയത്. പിന്നെ അബുദാബിയിലേക്കാണ് കണക്ഷന്. ഞാൻ ഇവിടെ സ്റ്റോമും കാര്യങ്ങളുണ്ടായപ്പം ഞാൻ ആകെ ടെൻഷനായി. കാരണം ഇത് യാത്ര മുടങ്ങോ എന്ന് വരെ ആലോചിച്ച് പോയി. കാരണം ഫ്ലഡ് അഫക്റ്റഡ് ഏരിയ ദുബൈയിലൊക്കെ ഭയങ്കര പ്രശ്നമില്ല. അത് ഇനിയിപ്പോൾ അബുദാബിയിലേക്ക് ബാധിക്കുമോ എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു അരമണിക്കൂർ ഡിലേ മാത്രമേ പ്രശ്നം ഉണ്ടായുള്ളൂ. പിന്നെ എയർ അറേബ്യൻ്റെ ഫ്ലൈറ്റ് അതുകൊണ്ട് ഒരു വെള്ളം പോലും കിട്ടൂല. വെള്ളത്തിന് 3 ദിർഹമൊക്കെ ഉണ്ടായിരുന്നു. ഭക്ഷണം ഉണ്ടായിരുന്നില്ല. 3 മണിക്കൂറും 55 മിനിറ്റും യാത്ര ചെയ്തിട്ടാണ് അബുദാബിയിലെത്തിയത്. രാത്രി 8:30ക്ക് കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് യാത്ര ചെയ്ത് പിന്നെ അബുദാബി എത്തുമ്പോൾ സമയത്തിന് വ്യത്യാസം ഉണ്ടല്ലോ. പക്ഷേ 8:30ക്ക് തുടങ്ങിയിട്ട് 10:30 ആകുമ്പോൾ അബുദാബി സമയം 10:30 ആകുമ്പോൾ അബുദാബിയിലെത്തി. പിന്നെ കുറഞ്ഞ സമയമുള്ള അടുത്ത 1 മണിക്കൂറാണ് ലേ ഓവർ ഉണ്ടായിരുന്നത്. അപ്പം അവിടുന്ന് എയർ അറേബ്യൻ്റെ ഫ്ലൈറ്റ് തന്നെയാണ്. ഞാൻ ഇവിടുന്ന് കോഴിക്കോട് നിന്ന് കൈറോ വരെ ബുക്ക് ചെയ്തതുകൊണ്ട് വെയിറ്റ് ചെയ്യുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഏതായാലും പെട്ടെന്ന് ഇറങ്ങി. നല്ല വിശപ്പുണ്ട്. ഒന്നും കഴിച്ചിട്ടില്ല. ഫ്ലൈറ്റിൽ നിന്നൊന്നും കിട്ടിയില്ല. ഞാൻ പെട്ടെന്ന് പോയിട്ട് ഒരു കറൻസി $,
ചേഞ്ച് ചെയ്തു. അവിടെ ഒരു മലയാളി സുഹൃത്തായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ പെട്ടെന്ന് ചേഞ്ച് ചെയ്തിട്ട് ഒരു കോഫിയും ഒരു ബർഗറൊക്കെ വാങ്ങി കഴിച്ചു. അപ്പോഴേക്കും അനൗൺസ് ചെയ്തു ബോർഡിങ്. അപ്പം അതും അരമണിക്കൂർ ഡിലേ ആയിട്ടാണ് അനൗൺസ് ചെയ്തത്. ഈ ഫ്ലൈറ്റൊക്കെ വരാനുണ്ടായതുകൊണ്ടായിരിക്കും. അങ്ങനെ ഫ്ലൈറ്റിനകത്ത് കയറി. അബുദാബി എയർപോർട്ടൊന്നും എനിക്ക് കൂടുതലൊന്നും കാണാൻ കഴിഞ്ഞില്ല, കാരണം കുറഞ്ഞ സമയമില്ല. ആദ്യമായിട്ടാണ് അബുദാബി എയർപോർട്ടിലേക്ക് ഞാൻ എത്തുന്നത്. കുറഞ്ഞ സമയത്ത് ഒരു ലെയറോ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ബോർഡിങ് തുടങ്ങി, പിന്നെ യാത്ര തുടർന്നു. പക്ഷേ ഈ ഫ്ലൈറ്റിൽ എല്ലാവർക്കും ഭക്ഷണം ഉണ്ടായിരുന്നു. റൈസും ചിക്കനും ഒക്കെ ആയിട്ടുള്ളൊരു നല്ല ഒരു ഡിന്നർ ഉണ്ടായിരുന്നു. പിന്നെ അതും 3 മണിക്കൂർ 55 മിനിറ്റ് ഫ്ലൈ ആണ് ഉണ്ടായിരുന്നത്. പിന്നെ ഇവിടെ എന്തായിരിക്കും ചോദിക്കാനുള്ള ടെൻഷനിലാണ് എയർപോർട്ടിലിരിക്കുന്നത്. ഹോട്ടൽ ബുക്കിംഗ് ചോദിക്കുക എന്നുള്ള ടെൻഷനിലാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. ഏകദേശം ഒരു 10 മിനിറ്റിൻ്റെ ഡിലേ ആയിട്ട് ഇവിടെ ഇറങ്ങി. കൈറോ എയർപോർട്ടിൽ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് എനിക്ക് ഇവിടെ ഒരു ഫ്രണ്ട് ഞാൻ ഓൾറെഡി കോൺടാക്ട് ചെയ്തിരുന്നു. അവർ പുറത്ത് നിൽക്കുമെന്ന് പറഞ്ഞു. അപ്പം ഏതായാലും ഞാൻ അവിടെ നിന്ന് തന്നെ സിം എടുക്കാൻ തീരുമാനിച്ചു. എയർപോർട്ടിൽ നിന്ന് തന്നെ എത്ര 400 സംതിങ് ഒരു സിമ്മ് ഞാൻ എടുത്തു. ഓറഞ്ച് എന്നൊരു കമ്പനീൻ്റെ സിമ്മാണ്, അതെടുത്തു. ഞാൻ അദ്ദേഹത്തിന്, എൻ്റെ ഫ്രണ്ടിന് മെസ്സേജ് അയച്ചു. അദ്ദേഹം എയർപോർട്ടിന് പുറത്തുണ്ടെന്ന് പറഞ്ഞു. ഞാൻ എയർപോർട്ടിന് പുറത്തിറങ്ങിയപ്പം അവർ എന്നെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം അവരോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഒരു റൂമിലാണ് ഞാൻ 2 ദിവസം നിൽക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഡ്രൈവറും വണ്ടിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എയർപോർട്ടിന് പുറത്തിറങ്ങി നേരെ ഒരു 10-15 കിലോമീറ്റർ ഞാൻ ഗിസ പിരമിഡിൻ്റെ അടുത്തുള്ള സ്റ്റേയിലാണ് നിൽക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നത്. അപ്പം അവിടുന്ന് ഒരു 15 കിലോമീറ്റർ, എയർപോർട്ടിൻ്റെ 15 കിലോമീറ്റർ എന്തായാലും 15-20 അത്ര പറഞ്ഞു കിലോമീറ്റർ യാത്ര ചെയ്ത് അവസാനം റൂമിലെത്തിയപ്പോൾ രാത്രി 3 മണിയായിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ 3 മണി, നാട്ടിലപ്പോൾ 2 മണിക്കൂറും കഴിഞ്ഞിട്ട് 4-5 ആയിട്ടുണ്ടാവും സുബൈക്ക്. അപ്പം ഇവിടെ 3 മണിക്ക് 3:15 ഞാൻ ഇവിടെ എത്തിയത്. അപ്പോൾ ഞാനിപ്പോൾ ആ ഹോട്ടലിലാണ്, അദ്ദേഹത്തിൻ്റെ ഹോട്ടലിലാണ്. അദ്ദേഹം ഇവിടെ ഹോസ്റ്റലാണ് കൊടുക്കുന്നത്. പിന്നെ ഫ്രണ്ട്സിന് വന്നാൽ, എനിക്കിപ്പം ഇവിടെ സ്റ്റേ ഫ്രീ ആണ്. ഞാനൊരു ആപ്പ് വഴിയാണ് അദ്ദേഹത്തെ പരിചയപ്പെട്ടത്. കൗച്ച് സർഫിംഗ് എന്ന ആപ്പില്ലേ, അതുവഴിയാണ് പരിചയപ്പെട്ടത്. അപ്പം അദ്ദേഹം എനിക്ക് സ്റ്റേ തന്നു. സ്റ്റേ എന്ന് മാത്രമല്ല, അദ്ദേഹം ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഫുഡൊക്കെ പാർസൽ വാങ്ങി വെച്ചിരുന്നു. ഞങ്ങൾ രാത്രി അതിരുന്ന് കഴിച്ചു. പിന്നെ എന്നെ ഇത് മൊത്തം രാത്രി തന്നെ കാണിച്ചു തന്നു. ഇത് നിങ്ങളെ വീട് പോലെ കരുതാം, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചായ എന്തുവാണെങ്കിലും ഉണ്ടാക്കി കുടിക്കാം എന്നൊക്കെ പറഞ്ഞു. പിന്നെ കുറച്ച് ഭക്ഷണം കഴിഞ്ഞപ്പോഴേക്കും സുബൈ ബാങ്ക് കൊടുത്തു കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞിട്ട് കിടന്നുറങ്ങി. അങ്ങനെ ഒരു 3 മണിക്കൂറൊക്കെ കിടന്നുറങ്ങി. പിന്നെ രാവിലെ അദ്ദേഹത്തെ കുറച്ചൊക്കെ ഡിസ്കഷൻ ചെയ്ത് ഇപ്പോൾ കുളിച്ച് ഫ്രഷായി ഇനി ഈജിപ്തിലെ കാഴ്ചകൾ കാണാൻ ഇറങ്ങാണ്. അങ്ങനെയൊക്കെയാണ് ഈജിപ്തിലേക്ക് എത്തിയ വിശേഷങ്ങൾ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈജിപ്തിലെ പ്രധാനപ്പെട്ട മസാറുകളും കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. മാത്രമല്ല, ഞാനിപ്പോൾ നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ഹോട്ടലിൻ്റെ അവിടെ നിന്നുള്ള കാഴ്ച ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എവിടെയാണെന്നുള്ള ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ ഈജിപ്തിലെ പ്രധാന ഒരു സ്ഥലം കാണാൻ പറ്റും. ഇത് നല്ലൊരു മനോഹരമായ ഹോട്ടലാണ് കേട്ടോ. ഏതാണോ ഞാനിപ്പോൾ അതിനെ കാണുന്നുണ്ട്, കണ്ടോ, പിരമിഡാണ് ഈ കാണുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹോട്ടലാണ്. ദിസ് ഇസ് മൈ ഫ്രണ്ട്. Hello. Assalamu alaikum. Welcome to Egypt and welcome to Pyramids Temple Guest House. Feel like your home. Okay. And have a good day. ഇപ്പം അദ്ദേഹം എപ്പോഴും പറയണതാണ് ഫീൽ ലൈക്ക് യുവർ ഹോം. വെരി എന്താ പറയുക, നല്ല ഒരു മനുഷ്യനാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹോസ്റ്റലിൽ നോക്കിയാൽ കാണുന്ന പിരമിഡാണ്. ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ പിരമിഡ്, വേൾഡ് വണ്ടേഴ്സിൽപ്പെട്ട. പിന്നെ അവിടെ അപ്പുറത്ത് പിരമിഡിൻ്റെതും പിരമിഡ് തന്നെയാണ്. പിന്നെ ഇതാണ് ഇവിടുത്തെ വീടുകളും കാര്യങ്ങളൊക്കെയാണ്. ഈ വീടിൻ്റെ പുറത്തൊക്കെ കണ്ടോ, പുറം ഭാഗം ഇവരെ തേച്ചിട്ടൊന്നുമില്ല. ഈ ഭാഗമൊക്കെ തേച്ചിട്ടുണ്ട്, മിക്കവാറും പുറം ഭാഗം തേച്ചിട്ടില്ല. പക്ഷേ ഉള്ളിൽ നല്ല മനോഹരമായ ഇതായിരിക്കും. പിന്നെ ഇത് ഇവിടുത്തെ ഭക്ഷണം കഴിക്കാൻ, ഇതിൻ്റെ മുകളിൽ ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ സൗകര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ നിന്ന് ഉണ്ടാക്കാം, ഒന്നും കുഴപ്പമില്ല, ഫീൽ ലൈക്ക് യുവർ ഹോം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ നമുക്കിനി ഈജിപ്തിലെ മനോഹരമായ കാഴ്ചകളും സിയാറത്തുകളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. സ്റ്റേ ട്യൂൺഡ്. അത് അടുത്ത എപ്പിസോഡിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു മിനിറ്റ്. ഇത്തരം ചെറിയ വീടുകളിൽ താമസിക്കുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് ശുദ്ധജലം കൊടുക്കാൻ താല്പര്യമുണ്ടോ? നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരുടെ പേരിൽ ഒരു സമ്മാനമായി ഇത് ചെയ്തു കൊടുക്കാം. ഇന്ത്യയുടെ വിവിധ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് അത് വലിയ ആശ്വാസമാവും. ഒരു കുടിവെള്ള പദ്ധതി ഏറ്റെടുക്കാനോ കഴിയുന്ന ഷെയർ ഏറ്റെടുക്കാനോ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുമല്ലോ.